ശ്രീ എ സജീവൻ, താങ്കളിപ്പോൾ സണ്ണിക്കുട്ടി എബ്രാഹിമിന്റെ അഭിപ്രായത്തോട് എത്രത്തോളം യോജിക്കുന്നുണ്ട്? UDFന് യഥാർത്ഥത്തിൽ PV അൻവറിനെ കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതിന്റെ സൂചനയാണ് ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം. കോൺഗ്രസിനകത്ത് തന്നെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അത് തുടരാനാണ് സാധ്യത എന്നതാണോ താങ്കളും കാണുന്നത്? അതിനപ്പുറം നിലമ്പൂരിൽ അദ്ദേഹത്തിനൊരു വലിയ പിന്തുണയുണ്ട്. ഒരു വലിയ വിഭാഗം തന്നെ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ, അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായ അൻവറിനെ കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. ഒന്ന് സണ്ണിക്കുട്ടി പറഞ്ഞവനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നൊരു വാക്ക് എനിക്ക് തോന്നുന്നു. ഈ അൻവർ നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തോ ഒരു രക്തസാക്ഷിയായിട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ പോലെയാണ് പറയുന്നത്. ഞാനിതാ ഇവിടെയുള്ള പാവപ്പെട്ട മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് ഈ മൃഗങ്ങളുടെ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ഥാനത്യാഗം ചെയ്യുകയാണെന്ന്. ഒന്നുമല്ല. നമുക്കറിയാം, അദ്ദേഹത്തിന് TMCയിൽ ചേർന്നെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രഖ്യാപിച്ചാൽ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അയോഗ്യനാകും. അടുത്ത പ്രാവശ്യം മത്സരിക്കാനും പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നാടകമാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർച്ച പ്രശ്നമുണ്ടല്ലോ, അതിൽ അദ്ദേഹം സാധാരണ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഈ വന്യജീവികൾ നാട്ടിൻ പുറത്ത് കയറിയിട്ട് ഭീകരമായ രൂപത്തിൽ ആളുകളെ കൊല്ലുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഈ സംഭവം ഇതുണ്ടായത് എവിടെയാണ്? സ്മൃതിക്ക് അറിയാമല്ലോ, നിലമ്പൂർ എന്ന് പറയുന്ന ടൗണിലൊന്നുമല്ല, കരുളായി വനത്തിൽ ഉൾക്കാട്ടിന് ഒരു 1-2 കിലോമീറ്റർ അകത്താണ്. അവിടെ ഒരു ആന ഒരാളെ കൊന്നാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തീർക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അൻവർ ഈ കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഭരണഘടനയോട് കൂറ് പുലർത്തേണ്ട ആളാണല്ലോ. അത് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് അവിടെയുള്ള അക്രമത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഈ വന്യജീവി സ്നേഹം ഒന്നുമല്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിലമ്പൂരിലുള്ള സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞു. ആര്യാടനോട് വർഷങ്ങളായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജയിക്കാൻ പറ്റാതിരുന്ന ആളാണ് അൻവർ. അദ്ദേഹം പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന ഈ അദ്ദേഹത്തെ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എതിർപ്പുണ്ടായിരുന്ന മറ്റു പല ആളുകളുണ്ടായിരുന്നു. ആര്യാടനെ പോലെ ഷൗക്കത്തിന് അത്ര പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരിതുണ്ടായിരുന്നു. ആ സമയത്ത് കോൺഗ്രസ്സിനകത്തുള്ള ഈ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുള്ള പല ആളുകളുടെയും പിന്തുണയും അതോടൊപ്പം തന്നെ ഈ LDFൻ്റെ പിന്തുണയും കൊണ്ടാണ് അവിടെ അൻവർ ആദ്യം ജയിക്കുന്നത്. രണ്ടാമത് പ്രകാശിനോട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വോട്ടിൻ്റെ കുറവുണ്ടായി? വളരെ നാമമാത്രമായ വോട്ടിൻ്റെ ഇതിനെല്ലാം അദ്ദേഹം ജയിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഇതുമില്ല. കാരണം ഇപ്പം നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു സുഖമില്ലാതെ വേറൊരാളും പോയതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് വേണ്ടത് അദ്ദേഹത്തിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും വാർത്തകളിലൊക്കെ വരുന്ന പോലെ അദ്ദേഹത്തിന് ചില ഓഫർ കിട്ടിയിട്ടുണ്ടാകാം. ആ ഓഫർ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇനി ഇവിടെ കളിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഇനി അതുകൊണ്ട് ഇവിടെ MLA സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് നിന്നാലും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. നല്ല കച്ചവടക്കാരനാണ് അൻവർ. അതുകൊണ്ട് ആ കച്ചവടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിതാ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില കളികളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ എന്നുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ദീദി എന്ന് വിളിക്കുന്ന മമതാ ബാനർജി, അവർ 3 ആഴ്ച മുമ്പാണ് പറഞ്ഞ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ശരത് പവാർ അതിനെ അനുകൂലിച്ചു, ലല്ലു പ്രസാദ് യാദവ് അനുകൂലിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ മാറ്റിയിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്ന ഒരു പാർട്ടിയുടെ നേതാവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ പച്ചപ്പരവതാനി വിരിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിച്ചാൽ ഇപ്പോൾ മുല്ലപ്പള്ളി പ്രതികരിച്ചു കഴിഞ്ഞു, അപകടമാണ് എന്ന്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ മാറി ചിന്തിക്കണം. മുല്ലപ്പള്ളി പറഞ്ഞ പോലെ ഇത് കുറേ തരത്തിൽ കോൺഗ്രസ്സുകാർ ചിന്തിക്കും. കാരണം ഈ അൻവറിനെ കൂട്ടിയത് കൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻവർ പല സ്ഥലത്തും മുട്ടി നോക്കിയല്ലോ. അദ്ദേഹം BJPയിലേക്ക് പോലും പോകാൻ തയ്യാറാവും. ആ തയ്യാറാവുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് നിലനിൽക്കണം. കുറേ മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യം 2021, അതുകൂടി ഞാൻ പറയാം. 2021 അദ്ദേഹം ഈ ആഫ്രിക്കയിൽ പോയല്ലോ.
അവിടെ പോയിട്ട് 3 മാസം ഇദ്ദേഹം ഭൂമിയിലാണോ ആകാശത്താണോ എന്ന് അറിയാത്ത രൂപത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, ഞാൻ 20,000 കോടി രൂപയുടെ ഒരു സ്വർണം കുഴിച്ചെടുക്കുന്ന പരിപാടി തുടങ്ങാൻ പോവുകയാണ്, അവിടെ 6,000 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു. 2021 കഴിഞ്ഞിട്ട് 22, 23, 24, ഇപ്പോൾ 25 ആയില്ലേ. എത്ര പേർക്ക് അൻവർ പണിയെടുത്തു? അൻവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. അൻവർ പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് വൈസ് വെച്ച് നോക്കിയാൽ അദ്ദേഹം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേണ്ടതാണ്. ആ കൺസിസ്റ്റൻസി, ഒരു സ്ഥിരമായിട്ടുള്ള വാക്കിന് സ്ഥിരത എന്ന് പറയുന്നത് അതില്ലാത്ത ഒരാളാണ്. ഇന്ന് അദ്ദേഹം പ്രകീർത്തിച്ച് സതീശനെ ഒക്കെ പ്രകീർത്തിച്ച് പറയുമ്പോൾ ഇതേ സതീശനാണ് പിന്നെ അവിടെ പൂരം കലക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് 3 മാസം തികയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന വാക്ക് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അൻവറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ബാധ്യതയാകുമെന്ന് നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞ പോലെ ഇത് ബാധ്യതയാകാനാണ് സാധ്യത UDF. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.